ആകെ ക്ഷീണിച്ചു പോയല്ലോ. ഓടി ഓടി തളർന്നു കാണുമല്ലേ? മോളോടിയില്ലല്ലോ. ആര് പറഞ്ഞു? മോളെ മാമൻ എവിടെല്ലാം തെരഞ്ഞൂന്നറിയോ? മോളിവിടെ ഉണ്ടായിരുന്നല്ലോ. അത് മാമൻ അറിഞ്ഞൂടായിരുന്നല്ലോ. ഇപ്പൊ അറിഞ്ഞില്ലേ? മോള് മിടുക്കിയല്ലേ? എന്തമ്മേ? നല്ല പാവക്കുട്ടിയാ. അതെ. കണ്ട ഒരു കല്യാണമായി ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. ബന്ധുക്കളെ കൊണ്ട് വീട് നിറയും. അപ്പോ സിദ്ധാർത്ഥനെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും നമ്മള്? അപ്പോ സിദ്ധാർത്ഥൻ മുമ്പ് നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ ചെയ്യാം. സിദ്ധാർത്ഥനെ ഔട്ട് ഹൗസിലേക്ക് മാറ്റാം. പക്ഷേ മാനസ, ഔട്ട് ഹൗസും സേഫ് ഒന്നും അല്ലല്ലോ. കല്യാണത്തിന്റെ തിരക്ക് തുടങ്ങിയാൽ ചിലപ്പോ അതും തുറന്നു കൊടുക്കേണ്ടി വരില്ലേ ഗസ്റ്റുകൾക്ക്? ഗസ്റ്റുകൾക്ക് ഇടയിലൊരു ഹോട്ടൽ തന്നെ ബുക്ക് ചെയ്തിട്ടില്ലേ? പിന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ ഔട്ട് ഹൗസ് തുറന്നു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അതപ്പം നോക്കാം. അത് റിസ്ക് അല്ലേ മാനസേ? ഇപ്പൊ നമ്മൾ നിർത്തിയിട്ടില്ല അക്ഷയ്. ഡോഗ് ട്രെയിനിങ്ങിനോ കുതിരയെ നോക്കാനോ വല്ലതും വിട്ടാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അതിനിടയിൽ ഒരു തവണ ട്രാഫിക്കിൽ വന്ന് ചാടിയപ്പോ വൺ വേ തെറ്റിച്ചെന്ന് പറഞ്ഞ് മന്ത്രിയുടെ മോനെയാ പൊതുവഴിയിൽ വെച്ച് കുത്തിനു പിടിച്ച് പൊക്കിയത്. ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഉന്മാദത്തിൽ മന്ത്രിയുടെ മോനൊന്ന് വൺ വേ തെറ്റിച്ചപ്പോ ബൈക്കിൽ പോയ ഒരു ഫാമിലിയിലെ 2 വയസ്സുള്ള ഒരു കുഞ്ഞ് റോഡിൽ തലയിടിച്ച് വീണ് മരിച്ചിരുന്നു. നന്ദൻ അതങ്ങ് സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞല്ലേ. രഘുരാമനെ എനിക്കറിയാം. ഇന്നുവരെ നിയമം വിട്ട് ഒന്നും ചെയ്തിട്ടില്ല അയാള്. പിന്നെ സസ്പെൻഷന്റെ കാര്യം, ഡിപ്പാർട്ട്മെന്റ് നമ്മുടേതല്ലേ. എന്ത് പറ്റി ആന്റി? മോളെ, അംബികയും സുമിത്രയൊന്നും കാണുന്നില്ല മോളെ. എന്താ നന്ദൻ? ആ സിദ്ധാർത്ഥനില്ലേ, അയാളുടെ ഫാമിലി മിസ്സിംഗ് ആണ് സാർ. മുങ്ങിയതോ അതോ മുക്കിയതോ? അത് കൃത്യമായിട്ട് അറിയില്ല സാർ. പക്ഷെ ഒരു കാര്യം ക്ലിയർ ആണ്, 3-4 ദിവസമായി അവർ മിസ്സിംഗ് ആണ്. കാണാതായ ദിവസം ക്രിമിനൽ ഗ്യാങ് എന്ന് സംശയിക്കുന്ന ഒരു ടീം അംബികയും മറ്റും തിരക്കി അവിടെ വന്നു. എല്ലാവരും ഉറങ്ങിയല്ലോ അല്ലേ? ആ, ഉറങ്ങി. നീ വിടിരുന്നോ, ഞാൻ കൊണ്ടാക്കിട്ട് വരാം.